കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലിത്തോസ്ഫിയർ എന്താന്ന് പറഞ്ഞിരുന്നു. ലിത്തോസ്ഫിയറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നാമത്തെയാണ് ഓഷ്യാനിക് ക്രസ്റ്റ്, രണ്ടാമത്തെയാണ് കോണ്ടിനെന്റൽ ക്രസ്റ്റ്. എന്താണ് ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഷ്യൻ ലെവലിൽ ക്രസ്റ്റ് ഫോം ചെയ്യുന്നതിനെ ഓഷ്യാനിക് ക്രസ്റ്റ് എന്ന് പറയാം. എങ്ങനെയാണ് ഈ ക്രസ്റ്റ് ഫോം ചെയ്യുക? ഈ ക്രസ്റ്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഷ്യനിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂവ് ഉണ്ട്. ആ ഗ്രൂവിലേക്ക് മോൾട്ടൻ ആയിട്ടുള്ള മാഗ്മ മാന്റിലിൽ നിന്ന് വരും. എന്നിട്ട് അത് ഓഷ്യൻ ലെവലിൽ എത്തുമ്പോൾ അവിടെ ചെന്ന് അത് കൂൾ ഡൗൺ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഓഷ്യാനിക് ക്രസ്റ്റ്. ഇനി ഇങ്ങനെ കൂൾ ഡൗൺ ചെയ്ത് ഫോം ചെയ്യുന്ന ഈ ഓഷ്യാനിക് ക്രസ്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തിക്നെസ് വളരെ കുറവായിരിക്കും, അതേപോലെ അതിന്റെ ഡെൻസിറ്റി വളരെ കൂടുതലുമായിരിക്കും. പിന്നെ ഇതിന്റെ നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബസാൾട്ടിക് നേച്ചറാണ് സാധാരണ കാണാറ്. ബസാൾട്ടിക് നേച്ചർ